ദാമോദർ പ്രസാദ്, ആ കോൺഫിഡൻസിനെ താങ്കൾ എങ്ങനെ കാണുന്നു? ഇപ്പോൾ അരുൺകുമാർ പറഞ്ഞ വാക്കുകളെ താങ്കൾ എങ്ങനെ കാണുന്നു? നടപടി ഞങ്ങൾ സ്വീകരിക്കും. അല്ല, സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം കോൺഫിഡൻസ് വരുന്നത് ഇവിടുന്നാണ്. സി പി എമ്മിന് ഒരു ശക്തമായ സംഘടനാ സംവിധാനമുണ്ട്, ഭരണത്തിൽ അധികാരത്തിരിക്കുന്നു എന്നുള്ളത്. പക്ഷേ സി പി എമ്മിന് ഇത്ര സംഘടനാ സംവിധാനം കേരളത്തിൽ അത്ര ശക്തമായിരുന്നില്ലെങ്കിലും എന്ന് പ്രത്യക്ഷ കാര്യം അടിവേരികളിൽ വളരെ പ്രതിസന്ധികളുണ്ടായി നമുക്ക് എല്ലാവർക്കും അറിയാം. ത്രിപുരയിലും ബംഗാളിലും എങ്ങനെ എത്രയോ ഇൻഡിക്കേഷൻസ് സി പി എമ്മിനും ആ കാലത്തെ ഗവൺമെൻറ്റും കിട്ടി. കാരണം ശക്തമായിട്ടുള്ള ഭരണവിരുദ്ധ വികാരം, സി പി എമ്മിനെതിരെയുള്ള വികാരം നിലനിൽക്കുന്നുണ്ട്. അത് എല്ലാ ജനങ്ങൾക്കിടയിലും, അതായത് പ്രൊഫഷണൽസിനിടയിൽ, കർഷകരുടെ ഇടയിൽ, വ്യവസായികൾക്കിടയിൽ, മധ്യവർഗത്തിനിടയിൽ, താഴെത്തട്ടിലെ ജനങ്ങൾക്കിടയിൽ വലിയ അമർഷം നിലനിൽക്കുന്നതാണ്. വെസ്റ്റ് ബംഗാളിലും ത്രിപുരയിലും ഉണ്ടായിരുന്ന പാഠം. അവിടെ BJP മുന്നോട്ട് വരികയായിരുന്നു ഇവിടെ ത്രിപുരയിൽ. അപ്പോൾ പലപ്പോഴും അതിന് കൺസീഡ് ചെയ്തത് അങ്ങനെ BJPക്ക് ഒരു ഡോമിനന്റ് പ്ലെയർ ആവാൻ പറ്റുന്ന രീതിയിലേക്ക് സംഭവം മാറി. മറ്റേ സ്ഥലത്ത് തൃണമൂൽ കോൺഗ്രസ്സാണ്. പിന്നീട് തിരിച്ചുവരവുണ്ടായിട്ടില്ല. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സംബന്ധിച്ച് ഒരു പ്രശ്നമുണ്ട്. അടിത്തട്ട് ക്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചുവരവ് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ നിലയിൽ ഇപ്പോൾ BJP ആണ് CPMന്റെ വോട്ടിൽ കൊണ്ടുപോകുന്നതിനാണ് സ്ഥിതി ഉണ്ടായിട്ടത്. കാരണം എന്തുകൊണ്ടാണ് BJPയുടെ രാഷ്ട്രീയം വേണ്ട പോലെ തന്നെ ഉദാഹരണത്തിന് ഇലക്ഷനുമായി ബന്ധപ്പെട്ട വലിയ വിഷയം ചെണ്ടായത് ജോൺ ബ്രിട്ടാസിന്റെ മധ്യസ്ഥം വഹിക്കുന്ന വിഷയമാണ്. അത് CPM പ്രവർത്തകർക്കും CPM അനുഭാവികൾക്കിടയിലും ഇടതുപക്ഷ അനുഭാവികൾക്കിടയിലും വലിയ ഷോക്ക് ഉണ്ടായ സംഭവമാണ്. എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു? കാര്യം പ്രത്യക്ഷത്തിൽ PM ശ്രീയെ എതിർക്കുകയും ചെയ്യുന്ന സമയത്ത് ഈ PM ശ്രീ ഒപ്പിടാനുള്ള കാരണമായത് അതുവരെ ആരും ചർച്ച ചെയ്യാത്ത കാര്യമാണ്. ഇതാദ്യം ഒപ്പിട്ടില്ല തുടങ്ങി പലതരത്തിലെ പ്രതിസൃഷ്ടി സമയത്ത് പശ്ചാത്തലത്തിൽ ഒരു കേസ് രാജ്യസഭ MP മന്ത്രിയെ ചർച്ച ചെയ്ത് മന്ത്രി തന്നെ നന്ദി രേഖപ്പെടുത്തുന്നു. ധർമ്മേന്ദ്ര പ്രധാൻ രാജ്യസഭയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേരളത്തിന്റെ ഇടത്തിൽ ആരെയാണ് ഏറ്റവും അധികം ബാധിക്കുക? ഇടതുപക്ഷ കോൺസ്റ്റിറ്റ്യുവൻസിനെ ബാധിക്കുക. അത് UDFനോ BJPയോ കുറ്റം കൊണ്ട് കാര്യമില്ല, ഇടതുപക്ഷ കോൺസ്റ്റിറ്റ്യുവൻസിയെ ബാധിക്കുന്ന കാര്യമാണ്. അപ്പോൾ ആ ഇടതുപക്ഷ കോൺസ്റ്റിറ്റ്യുവൻസി ഒരു വിഭാഗം എന്തുണ്ടായി? BJPക്ക് മറ്റു വിഭാഗം UDFന് കൂട്ടി. അപ്പോൾ CPM സംബന്ധിച്ചോളം ഈ ആത്മവിശ്വാസം നല്ലതാണ്. കേരളത്തിനെ സംബന്ധിച്ചോളം അത്ര മോശപ്പെട്ട കാര്യമില്ല. CPMന്റെ ആത്മവിശ്വാസം കേരളത്തിന് ഉൾക്കൊള്ളുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ അങ്ങനെ തന്നെ ആവണമെന്നില്ല. ഈ തെറ്റ് തിരുത്തുക എന്ന പ്രക്രിയ എന്ന് പറയുന്നത് ഈ ഓരോ വോട്ട് നോക്കി അവിടുത്തെ പഠിക്കുക എന്ന് പറയുന്ന സമയത്ത് ഈ ഭരണനിർവഹണവുമായി ബന്ധപ്പെട്ട് വികസന ഈ വാർത്തകളൊന്നും ജനങ്ങൾക്ക് എത്താഞ്ഞിട്ടല്ല. ഇപ്പോൾ ചാനലിലൂടെയും മറ്റു പല സോഴ്സിലൂടെയും വികസനത്തെക്കുറിച്ചുള്ള എല്ലാ കാര്യം. പക്ഷേ ഇവിടെ പ്രധാനപ്പെട്ട കാര്യം ഈ നിയോജക മണ്ഡലം എന്ന് വിളിക്കുന്നത് ഈ വലിയൊരു കോൺസ്റ്റിറ്റ്യുവൻസി, ഈ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഉണ്ടാക്കുന്ന വലിയ തോതിൽ ഒരു ക്ഷതമുണ്ട്. അത് രാഷ്ട്രീയമായ ക്ഷതം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നേതൃത്വത്തിൻ്റെ തന്നെ ചില പ്രകടനങ്ങളും അഭിപ്രായ പ്രകടനങ്ങളും അവരുടെ സമീപനങ്ങളും തന്നെയാണ്. അതുണ്ടാക്കുന്ന വലിയ ക്ഷതം ഒരുപക്ഷെ CPMനെ വലിയ രീതിയിൽ പ്രതിസന്ധിയിൽപ്പെടുത്തും. അങ്ങനെ പ്രതിസന്ധിയിൽപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ CPM സമയം തിരിച്ചു വരുന്നത് എത്ര സംഘടനാ സംവിധാനം സംഘടനയ്ക്ക് ദുർബലപ്പെടാൻ വലിയ ബുദ്ധിമുട്ടില്ല. കാര്യം ഇത് ലോകചരിത്ര അനുഭവമാണ്. എവിടെയൊക്കെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സംഘടന ഉണ്ടായിട്ടുള്ളത്? എത്ര ഒരു ദീർഘകാലം ഭരിക്കാൻ ഒറ്റ രാഷ്ട്ര പാർട്ടി ഏക പാർട്ടി സംവിധാന രാജ്യങ്ങളിൽ പോലും തകർന്ന ഇരിപ്പണയുണ്ട്. കാര്യം ജനാധിപത്യത്തെ ഉൾക്കൊള്ളാൻ പറ്റാത്തതുകൊണ്ട് തകർന്ന ഇരിപ്പണയുണ്ട്. അപ്പോൾ ഈ ഒരു പ്രശ്നം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആഗോളമായി നേരിട്ടുണ്ട്. ഇന്ത്യയിലും അതിൻ്റെ അനുഭവങ്ങൾ നമുക്കുണ്ട്. അപ്പോൾ ഈ ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ഞാനിത് പറയുമ്പോൾ ഇത് എങ്ങനെ സംഭവിക്കാൻ പോകണു, ഇങ്ങനെ സംഭവിക്കണം എന്നൊരു ആഗ്രഹത്തിന്റെ പുറത്തല്ല പറഞ്ഞു. അങ്ങനെയൊക്കെ വേണമെങ്കിൽ നമ്മൾ പുറത്ത് ആരോപിക്കാം. പക്ഷേ കാര്യമായിരിക്കാം ഒരുപക്ഷെ അരുൺകുമാർ ഗ്രൗണ്ട് റിയാലിറ്റി ചെക്ക് നടത്തുന്നതായിരിക്കും.